കുറെ നാളത്തെ ആഗ്രഹമായിരുന്നു സോളോ ട്രിപ്പായിട്ട് പറശ്ശിനിക്കടവ് പോകണം എന്നുള്ളത്. അങ്ങനെ ഒറ്റയ്ക്ക് പോകണമെന്ന് പറഞ്ഞിട്ട് ഇവരും എന്റെ കൂടെ കൂടി. ഒരുപാട് ലേറ്റ് ആയിട്ട് എത്തിയതുകൊണ്ട് കണ്ണൂർ റൂം എടുത്തിട്ട് അവിടെ തങ്ങി. എവിടെ പോയാലും സ്കിൻ കെയർ മുഖ്യം ബിയിലേ. എന്നാൽ ഞങ്ങളെയും സുന്ദരനാക്കും സുന്ദര എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി അതിന്റെ മുകളിലായി അംഗം. അങ്ങനെ രാവിലെ ഒരു ഓട്ടോ പിടിച്ച് കണ്ണൂർ ബസ് സ്റ്റാൻഡിലെത്തി. അവിടെ നിന്ന് നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു. അതിനുശേഷം ബസ്സും പിടിച്ച് നേരെ പറശ്ശിനിയിലോട്ട്. കുറെ നാളായിട്ട് പ്രവാസത്തിലായതുകൊണ്ട് തന്നെ ഇതേപോലത്തെ ബസ്സിലും ട്രെയിനിലും കൂടിയുള്ള ഒരു യാത്ര ഞാൻ കുറെ ആഗ്രഹിച്ചതാണ്. നേരെ പറശ്ശിനിയിലെത്തിയിട്ട് അവിടെ നല്ലൊരു മോരും വെള്ളം കുടിച്ചിട്ട് മുത്തപ്പനെ കാണാൻ വേണ്ടി ഞങ്ങളിപ്പോൾ സ്റ്റെപ്പ് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇരുന്നുള്ള പണി ചെയ്തിട്ട് ശരീരം ഫുള്ള് പോയി കിടക്കുകയാണ്. സ്റ്റെപ്പ് ഇറങ്ങുമ്പോഴേക്കും എന്താണ് കിതപ്പെന്നറിയോ. അങ്ങനെ ഇങ്ങനെ വായ നോക്കി ഞങ്ങൾ പറശ്ശിനിക്കടവ് എത്തി. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം ഓർത്തത്, ഇവരാരാന്ന് നിങ്ങൾക്കറിയോ? ഇത് ഒന്നെന്റെ അച്ഛന്റെ പെങ്ങളുടെ മോനും ഒന്നെന്റെ അച്ഛൻ്റെ അനിയന്റെ മോനുമാണ്. അച്ചു, ഉണ്ണി. ഇതിലെ ആ നീല ഷർട്ടിട്ട് ഒരുത്തനില്ലേ അച്ചു, അവനെ ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അവസാനമായിട്ട് ഞാൻ പറശ്ശിനിക്കടവ് വന്നത്. അതായത് 22 വർഷങ്ങൾക്ക് മുന്നേ. അന്ന് എനിക്ക് ഏതാണ്ട് 7-8 വയസ്സേ പ്രായമുള്ളൂ കേട്ടോ. പക്ഷെ എനിക്ക് ഇപ്പോഴും മനസ്സിൽ പതിഞ്ഞു കിടക്കാണ് പറശ്ശിനിക്കടവിലെ ഓർമ്മകൾ. അങ്ങനെ തൊഴുത് അന്നദാനമൊക്കെ കഴിച്ചു കഴിഞ്ഞതിന് ശേഷം റിലാക്സ് ചെയ്തിട്ട് വീട്ടിലേക്ക് തിരിച്ചു പോന്നു.